ന്യൂസ് 18 സ്വന്തം റിപ്പോർട്ടിലേക്കാണ് പോകുന്നത്. തിരുവനന്തപുരം ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലങ്ങളിലെ 6 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടെ സംസ്ഥാനത്തെ 20 പ്രൈം മണ്ഡലങ്ങൾ ലക്ഷ്യം വെച്ച് ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ തുടങ്ങുന്നു. LDF, UDF മുന്നണികളിൽ നിന്ന് ജനസ്വാധീനമുള്ള നേതാക്കളെ ഒപ്പം ചേർത്ത് സാധ്യതയേറിയ മണ്ഡലങ്ങളിൽ താമര വിരിയിക്കാനുള്ള തന്ത്രങ്ങളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരനും കടുത്ത പോരാട്ടം നടക്കുന്ന തലസ്ഥാനത്തെ 2 മണ്ഡലങ്ങളിലായി മത്സരരംഗത്ത് ഇറങ്ങുമെന്നാണ് സൂചന. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഒന്നാമതെത്തിയ 11 നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് അനൌദ്യോഗിക പ്രചാരണം നേരത്തെ തന്നെ ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സംഘടനാ തലത്തിൽ പുരോഗമിക്കുന്നത്. തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ തിരുവനന്തപുരം സെൻട്രൽ, നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം നിയമസഭാ മണ്ഡലങ്ങൾക്ക് പുറമെ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ ഉൾപ്പെട്ട ആറ്റിങ്ങൽ, കാട്ടാക്കട തുടങ്ങിയ നിയമസഭാ മണ്ഡലങ്ങളിലുമാണ് BJP ഏറ്റവും സാധ്യത കൽപ്പിക്കുന്നത്. നേമത്ത് സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ രാജീവ് ചന്ദ്രശേഖറും വട്ടിയൂർക്കാവിൽ മുൻ സംസ്ഥാന അധ്യക്ഷനും മുതിർന്ന നേതാവുമായ കുമ്മനം രാജശേഖരനും മത്സരരംഗത്ത് ഇറങ്ങിയേക്കുമെന്നാണ് സൂചന. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 22,613 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നേമത്ത് ഒന്നാമതെത്തിയതിനു പുറമെ വട്ടിയൂർക്കാവിൽ 8,162, കഴക്കൂട്ടത്ത് 10,842, കാട്ടക്കടയിൽ 4,779, ആറ്റിങ്ങലിൽ 6,287 ഇങ്ങനെയായിരുന്നു BJPയുടെ ഭൂരിപക്ഷം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP 2ാം സ്ഥാനത്തെത്തിയ 8 നിയമസഭാ മണ്ഡലങ്ങളിൽ ഉൾപ്പെട്ട നെയ്യാറ്റിൻകരയിലും കോവളത്തും പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് BJP നേതൃത്വത്തിന്റെ തീരുമാനം. വിജയപ്രതീക്ഷയുള്ള പ്രൈം മണ്ഡലങ്ങളിൽ LDFിലെയും UDFിലെയും അസംതൃപ്തരായ നേതാക്കളെയും പ്രവർത്തകരെയും ഒപ്പം കൂട്ടാനുള്ള ചർച്ചകളും ഇതിനോടകം ആരംഭിച്ചതായാണ് വിവരം. സംഘടനാ തലത്തിൽ നിലനിൽക്കുന്ന തർക്കങ്ങളും വീഴ്ചകളും പരിഹരിച്ച് മത്സരരംഗത്ത് സജീവമായാൽ 20 നിയമസഭാ മണ്ഡലങ്ങളിൽ ജയമുറപ്പിക്കാനാകുമെന്ന വിലയിരുത്തലിലാണ് BJP കേന്ദ്രങ്ങൾ. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം.